ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുറമണ്ണൂർ പാടി പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത, ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കി നോക്കാം കേട്ടോ. ഞാനും എൻ്റെ ഉമ്മയും അനിയനും പാടെയാണ് വന്നത്. അപ്പോൾ അതാ ഇവിടെ വണ്ടി നിർത്തി, ഇവിടുന്ന് അങ്ങ് ദൂരെ കാണാം, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എന്ത് തേങ്ങ കാട്ടിട്ട് നോക്കിയിട്ടുണ്ട്. സോ എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ. എന്നൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിയൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിയൊക്കെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോകട്ടെ. ഇതാ കുറച്ച് ദൂരമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമുക്ക് ഇത് കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഋഷാലും ഉമ്മയും അത് തന്നെ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വഴിയല്ല വരികയെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മളിവിടെ വണ്ടി നിർത്തി, ഞാൻ അത് കൂടെ വേറെ വഴി ഉണ്ടോ അറിയില്ല കേട്ടോ. ഞാനിങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചായിരുന്നു, വൈകുന്നേരം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഉമ്മാനെ അനിയനെ കൂട്ടിയിട്ട് വരണമെന്ന് വിചാരിച്ചൊരു ടൈം വെച്ച് ടൈം ഇട്ടായിട്ട് അങ്ങനെ പോയതാണ് കുറച്ച് ദിവസം. ഇവിടെ കുറേ ഡ്രോൺ അങ്ങോട്ടും കൊണ്ടും മാറി നടക്കുന്നുണ്ട്. ദിവസം ഇതുപോലെ കുറേ സന്ദർശകർ വരുമ്പോഴും ഇതേപോലെ വൃത്തിക്കൊരു സ്ഥലം കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നിങ്ങൾക്കെന്താണ്ട് ബൺ മസ്കിന് എന്താ പറഞ്ഞു? വേ ബൺ മസ്ക് എത്രയാണോ? മേടിച്ചോ. ബ്രോൻ്റെ പേരെന്താ? റിഷാദ്. ദിൽഷാദ്. ഓക്കെ ഓക്കെ, ചാനൽ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, റിൻഷാദ് വ്ളോഗ്സ്. ഓക്കെ, ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു. ഒന്നുകൂടി എവിടെ സ്ഥലം? ഓക്കെ, രസമുണ്ടോ? നോക്കിയ കുറേ പൂക്കൾ സൈഡിലായിട്ട് ഒരുപാട് പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈവനിങ് വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്, നല്ല പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാം. അവിടുന്ന് ഫുള്ള് പാർട്ടിക്കാർ പരിപാടി കേട്ടോ. ഇന്നിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്ത ദിവസം കൂടി ആയ കാരണം ഫുള്ള് നമ്മൾക്കിട്ട് വരുമ്പോഴും ഇനി ഇവിടുന്ന് പോകുമ്പോഴും ഫുള്ള് ബ്ലോക്ക് ആയിട്ട് മൊത്തം പരിപാടി തന്നെ ആയിരിക്കും. ഓരോ സ്ഥലത്തും പാർട്ടിക്കാരെ പരിപാടിയാണ് കേട്ടോ. അവിടെ വമ്പം പരിപാടി കേട്ടോ, പാർട്ടിക്കാരെ വരും, അവിടെ പടക്കം പൊട്ടിക്കലും മൊത്തം പരിപാടിയാണ്. നമ്മളിത് വണ്ടി അവിടെ ആയിട്ട് വെച്ചാൽ ഓട്ടോറിക്ഷ വെക്കുന്ന അവിടെ. ഇതിൽ ഈ പരിപാടി കണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. ഓക്കെ, എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരം ടൈമിലൊക്കെ ടൈം പാസ്സായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല, അങ്ങനത്തെ ഒരു നല്ല സ്ഥലം. അവിടെ ഫുള്ള് ഇപ്പോൾ ബ്ലോക്ക് ആട്ടോ. നോക്കി അവിടെ പാർട്ടിക്കാരെ പരിപാടി വന്നിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഒന്നാമത് എനിക്ക് പ്രത്യേകിച്ചിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഈ ഒരു വൃത്തി കൊടുക്കാൻ തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഈ ഒരു പരിപാടി എന്താണ് ഈ ഒരു സ്ഥലം കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞത് വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. ബിഗ് റെസ്പെക്റ്റ്. സോ എന്തായാലും ഞങ്ങൾ പോവാം. ഋഷാലെ പോവല്ലേ? ഋഷാലിനോട് കുറച്ച് ദിവസം മറ്റേ ബൺ മസ്ക് വേണം അങ്ങനെ ഞങ്ങളങ്ങനെ വെറുതെ ചുമ്മാ ഈവനിങ് ഇറങ്ങി കേട്ടോ. ഓക്കെ, എന്തായാലും ഇവിടുന്ന് ഇനി പോവുകയാണ്. ആദ്യം അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. അവിടെ ഫുള്ള് പടക്കം പൊട്ടിക്കലും DJയും മൊത്തം പരിപാടികളാണ്. അതൊന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് പോവാം. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ ഈ പൂക്കൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് പോയത് കണ്ടോ. നമ്മളിത് ഇവിടുന്ന് പോവാട്ടോ. ഓക്കെ, ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ട്. എന്തേ അതിൽ മീൻഡ്രാ ഉണ്ടല്ലേ? അവിടെ ഉണ്ട്, നടക്ക്. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ഓക്കെ, ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് പക്ഷികളാകാശത്ത് നോക്കിയേ.